1932 ബ്രേവ് ന്യൂ വേൾഡിൽ പറഞ്ഞ സോമ ഇല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയ, യൂത്ത് മുഴുവൻ ആ സോമയ്ക്ക് അഡിക്റ്റഡ് ആണ്. അതായത് ഓരോരുത്തരുടെയും ഫോണിൻ്റെ ടൈമിങ് നോക്കിയാൽ മതി. ഞാൻ നമ്മുടെ ഇഡാപ്റ്റിലുള്ള കുട്ടികളോട് പറയലെന്താണെന്നറിയോ, എനിക്ക് ലൈഫിലൊരു മാറ്റം വേണമെന്ന് വിചാരിക്കുക, ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം റീപ്രോഗ്രാം ചെയ്യുക. അതായത് കുറേ പേര് അൺഫോളോ ചെയ്യുക, സ്ഥിരം കാണുന്ന മീൻസ് കണ്ടൻറ് ഉണ്ടാവുമല്ലോ, ആ കണ്ടൻറ്റിനെ വന്ന ഉടൻ സ്കിപ്പ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം അതിനനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ ആ അൽഗോരിതം റീട്രെയിൻ ചെയ്താൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന ആവറേജ് ആൾക്കാരുടെ ആകത്തുകയാണ് നമ്മളെന്ന് എല്ലാവരും പറയാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് ഫാൻ ഫൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് വേണ്ടെന്നല്ല, എല്ലാവർക്കും പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് ഉണ്ടാവണം, കാര്യങ്ങൾ ഉണ്ടാകണം, വസ്തുനിഷ്ഠം ലൈക്ക് പക്ഷപാതിത്വപരമായിട്ടുള്ള വ്യൂസ് എല്ലാവർക്കും ഉണ്ടോ, ലൈക്ക് യുക്തിയാധിഷ്ഠിത വിമർശനം